ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അതിലൊന്നും ഇല്ലാതെ പിന്നെ മരിക്കാൻ കിടക്കുമ്പോ ആൾക്കാർ നോക്കിയിട്ട് എന്താ കാര്യം? ഇറ്റ് വിൽ ബി ലൈക്ക് ശൂന്യത. അതെ, ലൈഫിൽ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്ന് പറയുന്നത് ചെയ്ത കാര്യങ്ങളല്ല, ചെയ്യാത്ത കാര്യങ്ങളാണ് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മളിങ്ങനെ ഒത്തിരി ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ലൈഫില് നമ്മള് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ അങ്ങനെ നമ്മുടെ മൈൻഡിൽ ഒത്തിരി വന്നിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം ഇപ്പൊ എന്റെ കാര്യത്തില്, എന്റെ കേസില് ദിസ് ഇസ് വെരി പേഴ്സണൽ, ഇത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. എന്റെ കേസില് പോഡ്കാസ്റ്റ് ആരും കേൾക്കാറില്ല, കോളേജ് കഴിഞ്ഞ പാടെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് വന്നു. ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് ഭയങ്കര ഫീലിംഗ് വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഐ റിയലി ഡോണ്ട് വാണ്ട് ടു ഡൈ, ലൈക്ക് ഒന്നും ഇല്ലാതെ. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചുറ്റും നോക്കുമ്പോ എന്റെ ചുറ്റിരിക്കുന്ന ആൾക്കാരെല്ലാരും ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരേപോലെയാണ്. ഇപ്പൊ എന്റെ പാരന്റ്സ് ആണെങ്കിലും എന്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാവരും ഒരേപോലെയാണ് ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് ആകെ ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു, ഐ ഡോണ്ട് വാണ്ട് ടു ലിവ് ലൈക്ക് ഹൗ ദേ ലിവ്. അതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പൊ എനിക്കത് വെച്ചാൽ ഭയങ്കര ഒരു ത്വരയായിരുന്നു. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു വാശിയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണ്ടേന്ന് അറിയില്ല. ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം പോയി ട്രൈ ചെയ്യുന്ന അവസ്ഥ, അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് പോയി ട്രൈ ചെയ്യുന്ന അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ആരൊക്കെ എന്തൊക്കെ ഷൂട്ടിന് വിളിച്ചാലും പോകും. അങ്ങനെ എന്റെ തന്നെ ബോഡി താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു ടൈം അയ്യോ അങ്ങനൊന്നല്ല, അതൊക്കെ ഭയങ്കര കുടുംബാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനല്ല. ദുൽഖറിനോട് ആഡ് ചെയ്ത എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ദുൽഖറിനെ കണ്ടുപോയിട്ട് ഞാൻ ഒരു മീറ്റ് ചെയ്തോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പറയാം. ഞാൻ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓടി ഒത്തിരി കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് എന്ത് വന്നാലും ഭയങ്കര ഈ മോഡലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കമ്പാരിസൺ വരും ഒരാളുമായിട്ട്. നമ്മൾ ഈസിയായിട്ട് റീപ്ലേസബിൾ ആവും. അപ്പൊ നമുക്ക് എവിടെ ചെന്നാലും ഇപ്പോ ഞാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ലൈക്ക് എന്താ പറയാ, എന്റെ അത് പോരാ ഇത് പോരാന്ന് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അവസാനം എനിക്ക് ആൻസൈറ്റി ഡിസോർഡർ ആയി. പിന്നെ ADHD ആൻസൈറ്റി ഡിസോർഡർ ആയി. ലൈക്ക് എനിക്കൊരു ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം ഇല്ലാത്തൊരവസ്ഥ. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്ത് വന്നാലും സന്തോഷം ഇല്ലാത്തൊരവസ്ഥ. ഇപ്പൊ ഞാനിട്ട് കുറച്ച് ഫുഡ് കഴിച്ചു നോക്കും. ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ ഫുഡിന്റെ ഒരു സന്തോഷം അത് കഴിഞ്ഞ് അത് പോകും. അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ലൈഫിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോവും, ഇല്ലെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആവില്ല, അങ്ങനെയുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ചിന്ത വന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആൻസൈറ്റി ഡിസോർഡർ വരാൻ തുടങ്ങി. അവസാനം അത് അതിന്റെ വൻ അവസ്ഥയിലായപ്പോ എനിക്ക് ഉറപ്പായിരുന്നു എന്നെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയായിരുന്നു. ഈ ADHD എന്ന് വെച്ചാൽ ആ സമയത്ത് എന്റെ മെയിൻ പരിപാടി എന്താ വെച്ചിട്ട് റൂം വൃത്തിയാക്കായിരുന്നു എന്റെ പണി. എനിക്കിങ്ങനെ എൻഗേജ് ആയിക്കൊണ്ടേ ഇരിക്കണം. എന്നിട്ട് പിന്നെ അവസാനം ഞാൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോ അവര് ടാബ്ലറ്റ് തന്നപ്പോ എനിക്ക് പേടിയാവാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഇത് ഈ ടാബ്ലറ്റ് യൂസ് ചെയ്ത പിന്നെ എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ എന്ന് ഭയങ്കര ഒരു പേടിയായി. പിന്നെ ഞാൻ ടാബ്ലറ്റ് ചോദിക്കട്ടെ, ഈ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ എന്താണ് ഡോക്ടറിനോട് ആദ്യം എന്താ പറഞ്ഞത്? ഡോക്ടർ എങ്ങനെയാണിത് എന്താ ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്തത് എങ്ങനെയാ? അവരെന്താ ക്വസ്റ്റ്യൻസ് ചോദിക്കാണോ ചെയ്യാ? ഒരു ഫോം ഫിൽ ഔട്ട് ചെയ്യാനാണോ പറയാ? തെറപ്പിസ്റ്റിന്റെ അടുത്താണോ പോവാ? നമ്മൾ ആദ്യം അവര് ചോദിക്കും നമ്മളോട് എന്താ പ്രശ്നം എന്ന്. ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന ആൾക്കാർക്ക് അവർ എന്തിൽ കൂടിയാണ് ഗോ ത്രൂ ചെയ്യുന്നത് മനസ്സിലാകാത്തപ്പോഴാണ് ഈ ഒരു സൈക്കോളജിസ്റ്റിന് ഇല്ലെങ്കിൽ ഈ തെറാപ്പിസ്റ്റ് നമ്മളോട് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരിക. എന്റെ കേസില് എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നില്ല. എനിക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ആൻസൈറ്റി വരുന്നത്, ഇതെന്താണ് ട്രിഗർ ചെയ്യുന്നത്, എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് എന്റെ ലൈഫ്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരത്തിനോട് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി എന്നോട് പറഞ്ഞ കാര്യം വെച്ചാൽ മാക്സിമം
ഇത് സ്വന്തം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതാണ് നമുക്ക് നല്ലത്. ഈ ഗുളികനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ് ടു ഡു, ബട്ട് സ്റ്റിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എനിക്ക് തരുക ചെയ്തത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ചില ടൈമിൽ മാത്രം ഞാൻ അത് യൂസ് ചെയ്യും.